A bag contains 3 red beads and 7 green beads. Another contains 1 red and 1 green more. The probability of getting a red from which bag is more? ഒരു സഞ്ചിയിൽ 3 ചുവന്ന മുത്തുകളും 7 പച്ച മുത്തുകളും ഉണ്ട്. മറ്റൊരു സഞ്ചിയിൽ ചുവന്ന മുത്തുകളും പച്ച മുത്തുകളും ഓരോന്ന് കൂടുതലാണ്. ചുവന്ന മുത്ത് കിട്ടാൻ സാധ്യത കൂടുതൽ ഏത് സഞ്ചിയിൽ നിന്ന് എടുക്കുന്നതാണ്? അതായത് ഒരു ബാഗിൽ 3 റെഡും 7 ഗ്രീനും ഉണ്ട്. മറ്റൊരു ബാഗിൽ ഈ ബാഗിൽ ഉള്ളതിനേക്കാൾ ഒരു റെഡ് കൂടുതലാണ്, അതേപോലെ തന്നെ ഒരു ഗ്രീനും കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് ബാഗിൽ നിന്ന് നമ്മൾ മുത്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, ഏറ്റവും സാധ്യത കൂടുതൽ? റെഡ് കിട്ടാനുള്ള സാധ്യത കേട്ടോ, മുത്തെടുക്കുന്നതല്ല, റെഡ് കിട്ടാനുള്ള സാധ്യത. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബാഗ് 1ഉം ബാഗ് 2ഉം നമ്മളോട് ജസ്റ്റ് ഒന്ന് വരച്ചു വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ബാഗിൽ 3 റെഡും 7 ഗ്രീനും, രണ്ടാമത്തെ ബാഗിൽ 4 റെഡും 8 ഗ്രീനും. എങ്ങനെ 4 റെഡും 8 ഗ്രീനും വന്ന്? ഒന്നാമത്തെ ബാഗിൽ ഉള്ളതിനേക്കാൾ ഓരോന്ന് കൂടുതൽ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ പ്രോബബിലിറ്റി ഓഫ് റെഡ് ഫ്രം ബാഗ് 1, ഒന്നാമത്തെ ബാഗിൽ നിന്നും ഒന്നെങ്കിൽ ഒന്നാമത്തെ സഞ്ചിയിൽ നിന്നും ചുവപ്പ് കിട്ടാനുള്ള സാധ്യത, അനുകൂല സാധ്യത ബൈ ആകെ സാധ്യത. ചുവപ്പാണ് നമുക്ക് കിട്ടേണ്ടത്, അല്ലെങ്കിൽ റെഡ്. എത്ര ഉണ്ട്? 3. ടോട്ടൽ എത്ര ഉണ്ട്? 7 3 10. അപ്പൊ 3/10. ഇനി രണ്ടാമത്തെ ബാഗ് എന്നാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സഞ്ചിയിൽ നിന്ന് ചുവപ്പ് കിട്ടാനുള്ള സാധ്യത, ആകെ എത്ര ചുവപ്പ് ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ടോട്ടൽ എത്ര ഉണ്ട്? 12 എണ്ണം. അപ്പൊ 4/12. ഇനി ഈ 3/10 ആണോ 4/12 ആണോ വലുത് നോക്കിയാൽ മതി. ഡിനോമിനേറ്റർ സെയിം അല്ല, അഥവാ ഛേദം തുല്യമല്ല, താഴെയുള്ള സംഖ്യ തുല്യമല്ല. ഡിനോമിനേറ്റർ സെയിം ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഛേദം തുല്യമായിരുന്നെങ്കിൽ, താഴെയുള്ള സംഖ്യ തുല്യമായിരുന്നെങ്കിൽ മുകളിലെ സംഖ്യ ഏതാണോ വലുത് അതാണെന്ന് നമുക്ക് പറയാമായിരുന്നു. പക്ഷേ ഇങ്ങനെ ഡിനോമിനേറ്ററുകൾ വ്യത്യസ്തമായിട്ട് വരുമ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്യും. അതായത് ക്രോസ് ആയിട്ട് ഗുണിക്കുക. 3 × 12 10 × 4 ഗുണിക്കുക. 3 × 12 36 കിട്ടും, 10 × 4 40 കിട്ടും. അതിലേതാണ് വലുത്? 40 ആണ് വലുത്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു സിമ്പിൾ കൊടുക്കുമല്ലോ, 40ന്റെ ഭാഗം ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ മറ്റേ ലെസ് ദാന്റെ സിമ്പിൾ കൊടുക്കും. അതേ സിമ്പിൾ തന്നെ നമുക്ക് ഇവിടെ മുകളിലും കൊടുക്കാം. ഏത് സിമ്പിൾ ആണോ നമ്മൾ ഈ നമ്പറിനിടയിൽ കൊടുക്കുന്നത് ആ സിമ്പിൾ തന്നെ തൊട്ട് മുകളിലും കൊടുക്കാം. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടി ഏത് ബാഗിൽ നിന്ന് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ സാധ്യത കൂടുതൽ? രണ്ടാമത്തെ ബാഗിൽ നിന്നും. 4/12 ആണ് വലുത്. ഓക്കെ.